കഴിഞ്ഞ 26-ാം തീയതി ആരംഭിച്ച നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് നഗരോത്സവം അറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പ്രസ് മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. നഗരോത്സവം തീർന്നതിന് ശേഷം നിങ്ങളെ എല്ലാവരെയും കാണുന്നതിനും അതുപോലെ നഗരോത്സവത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള വിശേഷങ്ങൾ പങ്കിടുന്നതിനും കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 10 ദിവസം നീണ്ടുനിന്ന ആ നഗരോത്സവത്തിൽ ജനങ്ങളുടേതായിട്ടുള്ള വൻ തിരക്ക് അനുഭവപ്പെടുകയും 10 ദിവസം നല്ല രീതിയിലുള്ള നമ്മൾ ആദ്യമേ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ദൃശ്യകലാവിരുന്ന് ഒരുക്കുവാനും നമുക്ക് സാധിച്ചു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പല അവ്യക്തതകളുമൊക്കെ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സന്തോഷവും ചെറിയ രീതിയിലുള്ള വേദനയും തോന്നുന്നുണ്ട്. അത് സാരമില്ല, കാരണം നാടിൻ്റെ ഒരു ഉണർവിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണയായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. കാരണം ഈ ഭരണസമിതി കയറിയതിനു ശേഷം ഇത് 3ാമത്തെ നഗരോത്സവമാണ് നടത്തുന്നത്. പല സഹോദരിമാരും സഹോദരങ്ങളുമൊക്കെ ഇതുപോലുള്ളൊരു ഉത്സവം അവർക്ക് എല്ലാവരെയും കാണുവാനും അല്ലെ ഒന്നിച്ചിരുന്ന് നല്ല രീതിയിലുള്ള ഒരു ആസ്വാദനം നടത്തുവാനും അവർക്ക് സാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പോൾ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ ഉത്സവങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്റ്റോളിലേക്ക് ആൾക്കാരുടെ ഒരു കുറവുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാർണിവൽ ഉൾപ്പെടെ വലിയ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രോഗ്രാം നടത്തി ജനങ്ങൾ ആസ്വദിച്ചു പോയത്. പിന്നെ കൂടാതെ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ മറ്റ് ആധികാരിക കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കിയിരുന്നു. അതായത് 23/10/2024 നഗരോത്സവം ആദ്യമായിട്ട് കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചനാ യോഗം കൗൺസിലിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. പിന്നീട് 26/11/2024 ഐക്യകണ്ഠേന ഉള്ള കൗൺസിലിൻ്റെ 28 വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് നഗരസഭാ കൗൺസിൽ എന്ന് പറയുന്നത്. ആ കൗൺസിലിലും ഐക്യകണ്ഠേന ഉള്ള തീരുമാനമായിരുന്നു നമുക്ക് നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചീഫ് കോർഡിനേറ്ററെ നമ്മൾ ചുമതലപ്പെടുത്തി, ഫിനാൻസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഈ നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മീഡിയ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കൾ, സന്നദ്ധ സംഘടനകൾ, എന്താ പറയണ്ടേ, നമുക്ക് എല്ലാ സിസ്റ്റവും അവിടെ നൽകി RHM ഉൾപ്പെടെ ഇത് ടെൻഡർ എടുത്ത അല്ലമീൻ ഗ്രൂപ്പ് എല്ലാവർക്കും ഇതുമായിട്ട് സഹകരിച്ച മുഴുവൻ സഹകരണം നൽകിയ വ്യാപാര സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന സഹായഹസ്തം നൽകിയ ധാരാളം വാണിജ്യ വ്യവസായ സംരംഭ സുഹൃത്തുക്കൾ എല്ലാവർക്കും നഗരസഭയുടെ അകമഴിഞ്ഞ നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ബാക്കി ഓരോ ചുമതലയിൽ നൽകിയിട്ടുള്ളവർ സംസാരിക്കുന്നതാണ്. ഈരാറ്റുപേട നഗരസഭ 23/10/2024 നോട്ടീസ് നൽകി 24/2024 ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരമാണ് നഗരോത്സവം നടത്തിയത്. രണ്ടാമതായി സബ് കമ്മിറ്റി വീണ്ടും 22/11/2024 യോഗം ചേരുകയും യോഗ നോട്ടീസ് നൽകുകയും 26/11/2024 ഐക്യകണ്ഠേന സംഘടന ഭാഗത്തു നിന്നും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു. ഈ 2 മീറ്റിങ്ങുകളിലും STPI ഉൾപ്പെടെ CPM ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു. അതിന്റെ നോട്ട് ലിസ്റ്റ് ഞങ്ങൾക്ക് തരാം. ഈരാറ്റുപേട്ട നഗരസഭ ഔദ്യോഗികമായി അംഗീകരിച്ച സ്വാഗത സംഘ അംഗങ്ങളുടെ പേര് വിവരവും അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്ന സ്വാഗത സംഘം മാത്രമല്ല നഗരസഭ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത് എന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സാധാരണയായി നഗരസഭയുടെ തീരുമാനങ്ങൾ വിയോജനമുണ്ടെങ്കിൽ STPയും CPMും വിയോജനക്കുറിപ്പ് എഴുതാറുണ്ട്. ആ ഇതിനു മുമ്പുള്ള 3-4 കമ്മിറ്റികൾ വിയോജനക്കുറിപ്പ് ഇതിന്റെ കോപ്പി ഞങ്ങൾ ഹാജരാക്കുന്നതാണ്. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈരാറ്റുപേട്ട നഗരസഭ ഈ വർഷത്തെ നഗരോത്സവം നടത്തിയത് നഗരസഭയുടെ ഐക്യകണ്ഠ തീരുമാനപ്രകാരമാണ്. അത് സംശയമുള്ള STPI CPM സുഹൃത്തുക്കൾക്ക് ഈരാറ്റുപേട്ട നഗരസഭയുടെ സകർമ്മ സൈറ്റിൽ നിന്നും കൃത്യമായി അതിന്റെ വിവരങ്ങൾ ബോധ്യപ്പെടുന്നതാണ്. മീഡിയയുടെ മുമ്പിൽ ഞങ്ങൾ അതിന്റെ റെക്കോർഡ് ഹാജരാക്കുന്നതാണ്.
രണ്ടാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈരാറ്റുപേട്ട നഗരസഭ മൂന്നാമതായാണ് നഗരോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ 3 നഗരോത്സവങ്ങളും ഏതാണ്ട് ഒരേ പാറ്റേണിലാണ് ഞങ്ങൾ നടത്തിയത്. ഈ 3 നഗരോത്സവങ്ങളിലും നഗരസഭ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത് നഗരസഭ ചെയർമാൻ, സ്വാഗത സംഘം ചെയർമാനായി MLAയും MP യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും രക്ഷാധികാരികളായി ബാക്കി ഇതര ആളുകൾ ഇതിന്റെ സ്വാഗത സംഘം അംഗങ്ങളായിട്ടാണ് 3 പ്രാവശ്യവും ഈ നഗരോത്സവം നടത്തിയത്. രണ്ടാമത് ഈ നഗരോത്സവ വേദി ഒന്ന് തന്നെയാണ്. മൂന്നാമതായി ഈ നഗരോത്സവത്തിന്റെ ഫണ്ട് സോഴ്സ് ഒന്ന് തന്നെയാണ്. നാലാമതായി നഗരസഭയുടെ ചെലവ് ഒന്ന് തന്നെയാണ്. നഗരോത്സവ ചെലവ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നഗരോത്സവത്തിന്റെ ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 പ്രാവശ്യവും ഒന്ന് നല്ല സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് ന്യായമായ രീതിയിൽ അവർക്ക് ഗേറ്റ് കൊടുക്കും, ഓഡിറ്റോറിയം കൊടുക്കും, സ്റ്റേജ് കൊടുക്കും, അവർക്ക് പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ. അങ്ങനെ എല്ലാ നഗരോത്സവങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ സ്പോൺസർഷിപ്പിൽ നാം ഏറ്റെടുക്കുന്നത്. രണ്ടാമതായി നമുക്ക് ഈരാറ്റുപേട്ട നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാര വ്യവസായ സംരംഭകരിൽ നിന്നുമായി ഞങ്ങൾ പണം പിരിക്കും. 2022 നഗരോത്സവത്തിൽ ആദ്യമായി പണപ്പിരിവ് തുടങ്ങിയത് നമ്മുടെ ബിജു മുത്തുത്താവള കടയിൽ നിന്നുമാണ്. 10,000 രൂപ ഞാനാണ് അദ്ദേഹത്തിൽ നിന്നും മേടിച്ച് ആദ്യത്തെ പണപ്പിരിവ് നടത്തിയത്. ഒന്നാമത്തെ നഗരോത്സവം. ആ നഗരോത്സവത്തിൽ പോലും പണപ്പിരിവ് കൂടി നടത്തിയാണ് നമ്മൾ നഗരോത്സവം നടത്തിയത്. രണ്ടാമത്തെ നഗരോത്സവം അങ്ങനെ തന്നെയായിരുന്നു. മൂന്നാമത്തെ നഗരോത്സവം അങ്ങനെ തന്നെയായിരുന്നു. ഈ നഗരോത്സവത്തിന് ഈരാറ്റുപേട്ടയിലെ ചില രാഷ്ട്രീയ പാർട്ടികളും സോഷ്യൽ മീഡിയ കൂട്ടുകെട്ടും ചില വേറെ രീതിയിലുള്ള ചില മാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, നഗരസഭയുടെ മുഴുവൻ ആളുകളുടെയും തീരുമാനത്തോടുകൂടി പിന്തുണയോടുകൂടി നഗരോത്സവം നടത്താൻ തീരുമാനിച്ചത്. എല്ലാ നഗരോത്സവങ്ങളിലുമുള്ള സോഴ്സ് വരുമാനം ഒന്ന് തന്നെയാണ്, ചിലവ് ഒന്ന് തന്നെയാണ്. പിന്നെ SDPയും CPM-ഉം വെൽഫെയർ പാർട്ടി ഒന്നും പറയുന്നത് പോലെ നഗരോത്സവം പൂർത്തിയാകാതെ ഒരു കണക്കും ഇന്ന് വരെ ആരും അവതരിപ്പിച്ചിട്ടില്ല. രണ്ടാമത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 2 നഗരോത്സവങ്ങൾ കൃത്യമായ കണക്ക് അതിന്റെ അതാത് സ്വാഗത സംഘത്തിൽ അല്ലെങ്കിൽ കമ്മിറ്റി ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നഗരോത്സവത്തിന്റെ കണക്ക് വായിച്ചതും ബോധ്യപ്പെടുത്തിയതും തീരുമാനമെടുത്തതും നമ്മുടെ ഈ നാസർ അക്കൗണ്ട് നാസറിന്റെ ഓഫീസിന്റെ മുകളിലുള്ള 1-ാം നിലയിൽ വെച്ചാണ്. AMA ഖാദർ, VM സിറാജ്, ഞാൻ അടക്കമുള്ള ആളുകൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. 90,000 രൂപ ആ നഗരോത്സവത്തിൽ ബാക്കി വന്നിരുന്നു. ആ പൈസ ഐക്യകണ്ഠേന തീരുമാനപ്രകാരം VM സിറാജിന്റെ ആ സംഘടനയ്ക്ക് ഐക്യകണ്ഠേന വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ നഗരോത്സവത്തിന് 1-2 മീറ്റിംഗുകൾ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 2,90,000 രൂപ നഗരസഭയ്ക്കും 8 ലക്ഷം രൂപ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കും 80,000 രൂപ വെച്ച് ജലോത്സവം നടത്തിയ ടീം എമർജൻസിക്കും നന്മക്കൂട്ടത്തിനും കാർഡിന് ഏറ്റെടുത്ത ഏതാണ്ട് 6 ലക്ഷം രൂപ കാർഡിന് ഏറ്റെടുത്ത അല്ലമീൻ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു. ആ നഷ്ടം വരാനുള്ള കാരണം ഒന്ന്, ഈരാറ്റുപേട്ടയില് പരീക്ഷാ സമയത്ത് മാർച്ച് മാസത്തിലാണ് നമ്മൾ ആ നഗരോത്സവം നടത്തിയത്. രണ്ടാമത് പൂഞ്ഞാ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഭീതിയും ടെൻഷനും നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകൾ കാര്യമായ നഗരോത്സവം സഹകരിച്ചില്ല. അങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ടാണ് നഗരോത്സവത്തെ നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു ആരും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവതരിപ്പിച്ച കണക്കിൽ കൃത്യമായി 2-3 സംഘടനകൾ നമുക്ക് സ്പോൺസർ ചെയ്ത തുക പൂർണ്ണമായും തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ നഗരോത്സവം നഷ്ടം വന്നത്. അവരുടെ പേരുകൾ ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിൽ ഹാളിൽ കൂടിയ AMA ഖാദറും STPയിലെ നൗഫിയ അടക്കം എല്ലാ കൗൺസിലർമാരെ സബ് കമ്മിറ്റി പങ്കെടുത്ത മീറ്റിംഗിൽ വെച്ച് അവതരിപ്പിച്ചതാണ്, പാസ്സാക്കിയതാണ്. ഉദാഹരണം ഞാൻ പറയാൻ പറ്റും, കാതിരിയാക്ക ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി നിങ്ങളോട് പറഞ്ഞത് ആ മീറ്റിംഗിൽ വെച്ച് നമ്മുടെ അനസ് പാറയിൽ പ്രതിപക്ഷ നേതാവ് ഭക്ഷണത്തിന് 1,70,75,000 രൂപ വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഒരു പോയിന്റ് ഓഫ് ഓർഡർ വെച്ചാൽ സംശയം ചോദിച്ചു. അപ്പോൾ AMA ഖാദർ വളരെ മനോഹരമായി അദ്ദേഹം സ്വതന്ത്രമായ ശൈലിയിൽ പറഞ്ഞു, അനസേ നിങ്ങൾക്ക് 9 ദിവസം കൊണ്ട് 1.25 ലക്ഷം രൂപ ആയപ്പോൾ രഹിന പങ്കെടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ ഒറ്റ ദിവസത്തെ മീറ്റിംഗിൽ ഞങ്ങൾ ഭക്ഷണത്തിന് മാത്രം 35,000 രൂപ ചെലവായി എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ലഘുവായി ആ വിഷയം അവതരിപ്പിച്ച് രണ്ടാമത്തെ നഗരോത്സവത്തിന്റെ കണക്കും കൃത്യമായി ആ സംഘാടക സമിതിയെ ബോധ്യപ്പെടുത്തിയതാണ്. AMA ഖാദർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നൗഫിയ ഉൾപ്പെടെയുള്ള ആൾ എത്തിയിട്ടുണ്ട്. അപ്പൊ STPI പറഞ്ഞ വാദം
CPM പറഞ്ഞ വാദം 2 നഗരോത്സവങ്ങളുടെ കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയെന്ന് കൃത്യമായി AMA കാതടക്കം സത്യം പറയുന്ന ആളെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. അപ്പൊ 3ാമത്തെ നഗരോത്സവത്തിന്റെ കണക്കാണ് ഇപ്പോൾ SDPയും CPM ചോദിക്കുന്നത്. ഞാനൊരു ഉദാഹരണം വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സാദിഖിനോട് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം, സാദിഖ് ഒരു കേറ്ററിംഗ് നടത്തുന്ന ആളാണ്. അതാ കേറ്ററിംഗ് നടത്തുമ്പോൾ സ്വാഭാവികമായും 1000 പേരെ വിളിക്കും. നമ്മൾ 1100 പ്ലേറ്റ് വന്നാൽ 1100 പേരുടെ പ്ലേറ്റിന്റെ പൈസ നമ്മൾ വാങ്ങും. ഈരാറ്റുപേരുടെ നഗരോത്സവം സമാപിച്ചിട്ട് ഇന്ന് പോലും അതിന്റെ ഫൈനൽ കണക്ക് വന്നിട്ടില്ല. കാരണം നാളെയാണ് അവിടുത്തെ മെയിൻ ഗേറ്റ് അഴിച്ചുകൊണ്ടുപോയി ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ 10 ജീവനക്കാരെ നാളെ രാവിലെ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള 10,000 രൂപ ഉൾപ്പെടെ നമ്മുടെ ബഹുമാനപ്പെട്ട നമുക്ക് ഡോക്ടർ PD മാത്യു ആണ് നമുക്ക് PTMS ഓഡിറ്റോറിയം വിട്ടു തന്നത്. സ്വാഭാവികമായി എല്ലാ നഗരോത്സവത്തിലും പോലെ നഗരോത്സവം തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് അതിന്റെ കറണ്ട് ചാർജിന്റെ മീറ്ററിന്റെ റീഡിങ് നമ്മൾ എടുക്കും. ആ റീഡിങ് എടുത്ത് നഗരോത്സവം അവസാനിച്ച് അവിടുത്തെ ആളുകൾ പിരിഞ്ഞു പോയ ശേഷം മാത്രമാണ് അതിന്റെ കണക്കെടുക്കുന്നത്. STP പറയുന്നത് പോലെ ഇടുകൊടുക്കെ അരിയും ചോറ് എന്ന് പറയുന്നത് പോലെ ഒരു കാരണവശാലും ഒരു നഗരോത്സവം തീരാതെ ഒരു കാരണവശാലും ഒരു പരുവത്തിൽ പെരുന്നാളാണെങ്കിൽ ആ പെരുന്നാൾ തീർന്ന് വെടിക്കെട്ടും കഴിഞ്ഞ് ഇടവക പെരുന്നാളും കഴിയാതെ അതിന്റെ കണക്ക് ആർക്കും അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നഗരസഭയുടെ ഇപ്പോഴും നഗരോത്സവത്തിന്റെ ഫൈനൽ കണക്ക് ഞങ്ങളുടെ ആയിട്ടില്ല. കാരണം നമുക്ക് ഒത്തിരി പേര് എല്ലാ നഗരസഭ പറഞ്ഞതുപോലെ വ്യക്തിപരമായ സംഭാവനയുടെ ആളുകൾ അവരുടെ സംഭാവന തരാനിരിക്കുന്നു. ആകെപ്പാട് അത് സുനിൽ എന്റെ ഡീറ്റെയിൽസ് പറയും. ഒരു സ്പോൺസർ മാത്രമാണ് നമുക്ക് പേയ്മെന്റ് തന്നിരിക്കുന്നത്. ബാക്കി 4-5 സ്പോൺസർമാർ നമുക്ക് അവരുടെ പേയ്മെന്റ് തരാനുണ്ട്. ബില്ല് പോലും അവർക്ക് കൊടുത്തിട്ടില്ല. സാധാരണ ബില്ല് കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ LED TV-യിൽ അവരുടെ പരസ്യം കാണിച്ച് അവർ പങ്കെടുക്കുന്ന മീറ്റിങ്ങിന് ഫോട്ടോ കാണിച്ച് കൃത്യമായ ബില്ല് തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പോലും മറ്റ് സ്പോൺസർമാർക്ക് ബില്ല് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഈരാറ്റുപേട്ടിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യാപാര വ്യവസായ സംരംഭക മേഖലയിൽപ്പെട്ട ഒത്തിരി ആളുകൾ കഴിഞ്ഞ 2 നഗരോത്സവങ്ങൾ സംഭാവന ചെയ്തതുപോലെ സംഭാവന തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ഈ വർഷമാണ്. വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. വ്യാപാരികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ഈ വർഷമാണ്. അതിന് കാരണം കൂടിയുണ്ട്. കാരണം വ്യാപാരികൾ നഗരോത്സവവുമായി സഹകരിച്ച് വ്യാപാരോത്സവം നടത്തുമ്പോൾ സ്വാഭാവികം നറുക്കെടുപ്പ് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ വ്യാപാരികൾ ചെയ്യും. ഇത്തവണ വ്യാപാരികൾ ആ രീതിയിൽ വ്യാപാരിയെ അസോസിയേഷൻ സമീപിക്കാതിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ലഘുവായ രീതിയിൽ വ്യാപാരികളെ കാണുവാനും അവരെ സമീപിക്കുവാനും അവരുടെ ഭാഗത്തുനിന്ന് വളരെ അഭിനന്ദനമായ രീതിയിൽ നല്ല സംഭാവന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നഗരോത്സവം നഷ്ടത്തിൽ പോകാതെ കലാശിക്കുമെന്നാണ് ഞങ്ങളുടെ ഫൈനൽ കണക്ക് എടുക്കുന്നതിന് മുമ്പായി തന്നെ ഞങ്ങൾ പറയാനുള്ളത്. ഒരു ഉദാഹരണം പറയാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ നഗരോത്സവം വിട്ടുനിൽക്കാനുള്ള കാരണം അഴിമതിയാണ് എന്ന് വ്യാപാരി വ്യവസായ സമിതി ഒരു ഭാരവാഹി ഇന്നുവരെ പറഞ്ഞില്ല. AMA ഖാദടക്കം ഒരു ഭാരവാഹിയും ഇന്ന് വരെ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായ സ്വകാര്യ ചർച്ചയിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ STPയും CPM പറയുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരോത്സവത്തിൽ പിന്മാറാനുള്ള കാരണം അഴിമതി എന്നാണ് പറയുന്നത്. കണക്ക് അവതരിപ്പിച്ചില്ല എന്ന് പറയും. ഇപ്പൊ നമ്മൾ AMA ഖാദോട് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് കണക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അനസ് പോയിന്റ് ഓഫ് ഓർഡർ വെച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞതാണ്. ആ കമ്മിറ്റി ഐക്യകണ്ഠേന അന്നത്തെ കണക്ക് ലാസ്റ്റ് നഗരോത്സവത്തിന്റെ കണക്ക് പാസ്സാക്കിയതാണ്. പിന്നെ ഇന്നലെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ 2 ചെറുപ്പക്കാരായ നേതാക്കന്മാർ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ഷാനവാസ് പാലയമ്പറമ്പിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് മനാഫും അടക്കമുള്ള നമ്മുടെ റൈസ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒരു സ്വകാര്യ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു, ഇങ്ങനൊരു ആരോപണം നിങ്ങൾക്കെതിരായി വെക്കുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ തീരുമാനിച്ചപ്പോൾ 8 ലക്ഷം രൂപ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടം വന്നതുകൊണ്ടും 1.5 മാസം നിരന്തരമായ പരിശ്രമം നടത്തിയാൽ മാത്രമേ വ്യാപാരോത്സവം നടത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നഗരോത്സവത്തിൽ കിട്ടിയിരുന്ന ഷാനവാസ് പാലയമ്പറമ്പ് മനാഫും അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ വ്യക്തിപരം ഞങ്ങൾ 5-6 പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPM-ന്റെയും STPയുടെയും വ്യാപാരി വ്യവസായി പറഞ്ഞ പ്രകാരമാണ്, അഴിമതി ആരോപണ പ്രകാരമാണ് അവർ പിന്മാറിയെന്നുള്ള അവരുടെ വ്യാജാരോപണം അതിശക്തമായി ഞങ്ങൾ നിഷേധിക്കുകയാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് AMA ഖാദടക്കമുള്ള വ്യാപാരി സമൂഹത്തിനോടും ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞ ഷാനവാസ് പാലയമ്പറമ്പ് അടക്കം മനാഫ് അടക്കം റയീസ് അടക്കമുള്ള ആളുകൾ ചോദിച്ചാൽ അറിയാം. അവർ കൃത്യമായി ഞങ്ങളോട് സ്നേഹ സംഭാഷണത്തിൽ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾക്ക് 8 ലക്ഷം രൂപ നഷ്ടം വന്നൊരു സാഹചര്യത്തിൽ ഈ നഗരോത്സവം ഇത്തവണ എടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പറയാനാകും. പിന്നെയുള്ള കാര്യം STP ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 3 സബ് കമ്മിറ്റികളിൽ
STPയുടെ പ്രതിനിധിയായി സബ് കമ്മിറ്റി തെരഞ്ഞെടുത്ത ഞങ്ങൾ 7 സബ് കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾ 4 പേർ കൂടാതെ അനസ് പാറയിൽ, സജീർ ഇസ്മായിൽ, നമ്മുടെ മെമ്പർ SK നൗഫല്, പിന്നെ നമ്മുടെ അബ്ദുൽ ലത്തീഫ് 3 സബ് കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സബ് കമ്മിറ്റി ഔപചാരികമായി നൗഫിയായും കടന്നു വന്നു. എന്റെ റൂമിൽ കൂടിയ വൈസ് ചെയർമാന്റെ ഓഫീസിൽ കൂടിയ ഒരു സബ് കമ്മിറ്റി യോഗത്തിൽ നൗഫിയായി ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം STP പറയുന്ന വാദപ്രകാരം അഴിമതി ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ നഗരസഭയിലുള്ള നഗരോത്സവത്തെ കണക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് എതിർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 മീറ്റിങ്ങുകളിലും കൗൺസിൽ പങ്കെടുത്ത STPക്കാർ മലപ്പാവയെ പോലെ നഗരസഭാ കൗൺസിൽ നോക്കിയിരിക്കുകയെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അഴിമതി ഉണ്ടെങ്കിൽ കണക്കുകൾ അവതരിപ്പിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് STPയുടെ പ്രതിനിധികൾ 5 പേരും വിയോജനക്കുറിപ്പ് എഴുതാതെ നഗരോത്സവ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ, സബ് കമ്മിറ്റി ലിസ്റ്റുകളിലുണ്ട്, ഈ പങ്കെടുത്തുകൊണ്ട് തന്നെ 2-2 തുടങ്ങാറായപ്പോൾ മാത്രമാണ് നഗരോത്സവത്തെ എടുത്തത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇരാറ്റുപേട്ട നഗരസഭയിലെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ സ്വാഭാവികമായും കാച്ചിക്ക പരുവത്തിലും ചേന പരുവത്തിലും STP ഏതാണ്ട് 8-10 പേരെ ജയിപ്പിക്കാനാകുന്ന വിധം സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു മാപ്പ് ഹാജരാക്കി. ഇരാറ്റുപേട്ട UDF LDF ഒന്നടങ്കം ആ മാപ്പ് അംഗീകരിച്ചില്ല, സമ്മതിച്ചില്ല. അതാണ് STPയെ പ്രകോപിപ്പിക്കാൻ കാരണം. ആ ഒരു കാരണം മാത്രമാണ് STPക്കുള്ളത്. STP വളരെ സജീവമായി 2 നഗരോത്സവത്തിൽ പങ്കെടുത്തതാണ്. നഗരോത്സവത്തിന്റെ ആദ്യത്തെ തീരുമാനത്തിലും 2ാമത്തെ തീരുമാനത്തിലും സബ് കമ്മിറ്റി തീരുമാനത്തിലും എല്ലാ മീറ്റിംഗിലും STP കൂടിയതാണ്. അവരെ ബാധിക്കുന്ന പ്രശ്നം സ്വാഭാവികമായും ഇതൊക്കെ ആണെങ്കിൽ പോലും STPയുടെ പ്രവർത്തകന്മാർ, ഇന്നലെ സമ്മാനം ലഭിച്ച ആളുകൾ പോലും STPയുടെ സജീവ പ്രവർത്തകന്മാർ സമ്മാനം ലഭിച്ചത് അവരുടെ ആളുകൾ STPയുടെ ഇരാറ്റുപേട്ട ഒട്ടേറെ ആളുകൾ ആ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ 2 CPMന്റെ കാര്യം. CPMന്റെ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്, നമുക്കെല്ലാം ചിരി വരും. ഇന്നലെ CPM ബഹിഷ്കരിച്ച നഗരോത്സവത്തിൽ CPMന്റെ 3 വനിതാ കൗൺസിലർമാരടക്കം ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അവർ കുറ്റപ്പെടുത്തുന്നതല്ല. അവർ ഇരാറ്റുപേട്ട പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. ഇരാറ്റുപേട്ട നഗരസഭയിൽ ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും വന്ന് പങ്കെടുക്കുമ്പോൾ അവരെ പങ്കെടുക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CPM അവരെ ആദ്യം തിരുത്തണം. നഗരസഭയെ തിരുത്താൻ വരുന്നതിന് മുമ്പ്, ഭരണസഭയെ തിരുത്താൻ വരുന്നതിന് മുമ്പ് അവരുടെ ഞങ്ങൾ ഒരു 4-4.5 വർഷക്കാലം വളരെ സജീവമായിട്ട് വലിയ ആത്മബന്ധമുള്ള കൗൺസിലർ 28 പേർ. നഗരസഭാ യോഗങ്ങൾ വലിയ തർക്കങ്ങൾ നമുക്ക് നടക്കുമെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ടൂർ പോകാറുണ്ട്, ഒന്നിച്ച് കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. വളരെ സൗഹാർദ്ദപരമായി എൻ്റെ ചെയർപേഴ്സന്റെ റൂമുകളിൽ വളരെ നേരം വനിതകളും പുരുഷന്മാരും അടക്കമുള്ള കൗൺസിലർമാർ ഒന്ന് ചായ കഴിക്കാറുണ്ട്, നാരങ്ങ കുടിക്കാറുണ്ട്, തമാശ പറയാറുണ്ട്. അവർക്കാർക്കും CPMനെ പോലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ പോലെ അതികഠിനമായ ഭരണസമിതി വികാരമില്ല. കാരണം അവരുടെ കാര്യങ്ങളും നഗരസഭ കൃത്യമായി വികസന കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിലും പരിഗണിച്ചു വരുന്നതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാ CPM കൗൺസിലർമാരും വളരെ ഭംഗിയായി ഈ നഗരോത്സവം എൻജോയ് ചെയ്തവരാണ്. ഈ നഗരോത്സവത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, ഈ പിരിവുകളിൽ, നോട്ടീസുകളിൽ, ഫ്ലക്സ് വെക്കുന്നത് എന്ന് വേണ്ട സർവ കാര്യങ്ങളിലും നമ്മുടെ നഗരസഭയിലെ പുരുഷ കൗൺസിലർമാർ സജീവമായി പങ്കെടുത്തതിന്റെ ദൃശ്യം നിങ്ങളുടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഇതായിട്ട് ന്യൂസിന്റെ ഫോട്ടോ ഫുൾ ടൈം എടുത്താണ്, അവരെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം CPMന്റെ ഇപ്പോഴത്തെ ഇരട്ടത്താപ്പ് നയം, ഞങ്ങൾ ഒരു കാര്യം CPMനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. STPയും CPMും തമ്മിൽ ഉണ്ടായ 4-5 ധാരണകൾ. ഒന്ന്, 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് ഇനീഷ്യേറ്റീവ് എടുത്തുണ്ടാക്കിയ കുറുമുന്നണി, അവർക്ക് 17 സീറ്റ് ലഭിച്ചു. രണ്ടാമത് ആ മുന്നണി പൊട്ടിത്തകർന്ന് പാലീസായി 4 അവിശ്വാസവും 5 വിശ്വാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. അവർ 2ആയി. അതിനുശേഷം വീണ്ടും ഇരാറ്റുപേട്ട നഗരസഭയിൽ സൂറ അബ്ദുൽ ഖാദർ ചെയർമാനായി ഒരു ഭരണസമിതി വന്നു. 1 വർഷത്തിനകം CPMും STPയും സംയുക്തമായി നോട്ടീസ് കൊടുത്ത് അവിശ്വാസ പ്രമേയം പാസ്സായി. അവിശ്വാസ പ്രമേയം പാസ്സായതിനു ശേഷം നമ്മുടെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ചില നടപടിയെടുത്തതിന്റെ പേരിലാണ് STPയും CPM ഒന്നിച്ചുള്ള ധാരണ ഉണ്ടായി ഇരാറ്റുപേട്ടയിൽ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകാതെ പോയത്. അതോടുകൂടി CPMും STPയും തമ്മിലുള്ള പരസ്പര ബന്ധവും വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഒട്ടേറെ മീറ്റിങ്ങുകളിൽ ഞാൻ ഇപ്പോൾ ഒട്ടേറെ പേര് ഒന്നിച്ചാണ് വിയോജന ഉൾപ്പെടുന്നത്. അത് നമുക്ക് പരാതിയൊന്നുമില്ല, പ്രതിപക്ഷത്തിന്റെ ആ അവകാശങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഇപ്പോൾ CPM കാണിക്കുന്ന വലിയൊരു മണ്ടത്തരം, ഞങ്ങൾ ഒരു ഉപദേശിക്കാനുള്ള അർഹതയില്ലെങ്കിൽ പോലും കഴിഞ്ഞ
16-ാം വാർഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അണികൾ, LDF-ന്റെ അണികൾ മുഴുവൻ UDF വിരുദ്ധമായി STP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. CPM ഒരു കാര്യം കൂടി ഓർത്തോളണം, ഈരാറ്റുപേരിൽ ആദ്യമായി നഗരോത്സവത്തിനെതിരായി ശബ്ദമുയർത്തിയത്, സംസാരിച്ചത്, അഴിമതിയാരം ഉന്നയിച്ച STP ആണ്. ആ STPക്ക് കുല പിടിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് വന്നത്. നിങ്ങൾ എന്തെങ്കിലും അന്തർധാര വരുന്ന ഒരു വർഷം നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ CPM അത് പൊതുജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം. നിങ്ങൾ എന്തെങ്കിലും അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്യമായ ആരോപണം ഉന്നയിക്കുകയാണ്. അതിന്റെ ചെറിയ 1-2 രഹസ്യ വിവരങ്ങൾ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ധാരയുടെ ഭാഗമായിട്ടാണ് STP ആദ്യം ഒരു ചെറിയ വെടിപൊട്ടിച്ചതും അത് CPM ഏറ്റെടുത്തു. പിന്നെ വെൽഫെയർ പാർട്ടി, അതുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ചില മിടുക്കന്മാരുണ്ട്. സാധാരണ ഒരു കൂട്ടുമുന്നണിയിൽ ഒരു സംവിധാനം വരുമ്പോൾ ഒരു പരാതി വന്നാൽ UDF ചെയർമാനെയും കൺവീനറെയും വിളിച്ച് പറയണം, ഇങ്ങനെ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പോ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അടിയന്തരമായി UDF വിളിച്ചു കൂട്ടി പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ജനാധിപത്യ മര്യാദ. ആ ജനാധിപത്യ മര്യാദ വെൽഫെയർ പാർട്ടി പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഈരാറ്റുപേരിൽ പൊതുസമൂഹത്തിനിടയിൽ ഭരണകക്ഷിയായ വെൽഫെയർ പാർട്ടിയുടെ പത്രക്കുറിപ്പ് ഞങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വം നോട്ടീസ് കൊടുത്തിട്ടുമുണ്ട്. ആ നോട്ടീസിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളൊക്കെ കഴിഞ്ഞ 4 വർഷക്കാണ് ഈരാറ്റ് നഗരസഭയിൽ ഇരിക്കുന്ന ആളുകളാണ്. ചില കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ഈരാറ്റുപേരുടെ പൊതുസമൂഹത്തിൽ പറയേണ്ടി വരും. ആരും മിടുക്കന്മാരായി, ആരും വലിയ ആദർശവാന്മാരായി ഒന്നും ഈരാറ്റുപേട്ട ഇരിക്കില്ല. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയോട് വ്യക്തമായി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും മിടുക്കന്മാരായി സമ്മതിക്കത്തില്ല. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് ആരോപണം ഉന്നയിക്കുന്നതല്ല. ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്, എന്റെ മുന്നണിയാണ് എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ ഞങ്ങളെ വിഷമവൃത്തത്തിലാക്കി, ഞങ്ങൾ അപമാനിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഒരിക്കലും ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുരകെത്തുമ്പോൾ വാഴവെട്ടി ഞങ്ങൾ മാത്രം മിടുക്കന്മാരാണ് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ വെൽഫെയർ പാർട്ടി തയ്യാറായാൽ അതിശക്തമായ നടപടികൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരു സംശയം വേണ്ട. അങ്ങനെ ഒറ്റയ്ക്കാരും രക്ഷപ്പെടേണ്ട. കപ്പല് മുങ്ങുന്ന കപ്പലൊന്നുമല്ല. ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഈരാറ്റുപേട്ട നടന്ന വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ UDF തിരിച്ചു വരും. UDF തിരിച്ചു വരണമെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യവും അവരുടെ സഹകരണം ആവശ്യമാണ്. പക്ഷേ UDF ചെയ്യുന്ന നല്ല കാര്യങ്ങളിലും അതിന്റെ ആനുകൂല്യങ്ങളും വാർഡിലെ വികസനത്തെ പ്രയോജനം മാത്രം ഏറ്റെടുത്തുകൊണ്ട് CPM-ഉം STP-യും വിമർശിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ, നഗര ഭരണസമിതി ഒറ്റപ്പെടുത്താൻ ഒരു കാരണവശാലും വെൽഫെയർ പാർട്ടി അനുവദിക്കില്ല. അങ്ങനെയാണ് വെൽഫെയർ പാർട്ടി പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ചില പ്രതികരണം ഉണ്ടാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ നഗരോത്സവം വലിയ വിജയമായിരുന്നു കേട്ടുമ്പോൾ നിങ്ങൾക്ക് പോലും സംശയം തോന്നാം. 5-6 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ നഗരോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ആ ലക്ഷ്യം മുഴുവൻ പൂർത്തീകരിക്കുക നഗരോത്സവത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 നഗരോത്സവങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ചു അതേ മാതൃകയിൽ തന്നെയാണ് നഗരോത്സവം നടത്തിയത്. പിന്നെ ചില ഏറ്റക്കുറച്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 395 ബാഡ്ജുകൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്നും നഗരോത്സവത്തിനായി വിതരണം ചെയ്തിരുന്നു. പത്രപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ എല്ലാവർക്കും ബാഡ്ജുകൾ വിതരണം ചെയ്തിരുന്നു. ആ ബാഡ്ജ് വെച്ച് മാന്യമായ പെരുമാറിയ ഒരു 50% പേരുണ്ട് അവനെ ബാഡ്ജ് ഉപയോഗിച്ച്. അല്ലാത്ത കുറച്ച് ആളുകൾ ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തതും ഞങ്ങൾ പിടിച്ചതുമാണ്. ഒരാള് ബാഡ്ജ് അകത്തോട്ട് കൊണ്ടുപോകും, 10 പേർ ഒന്നിച്ച് കയറും. ഒരാൾ തിരിച്ച് 10 ബാഡ്ജുമായി വന്നിട്ട് വീണ്ടും 10 പേരെ കയറ്റിവിടും. അങ്ങനെ ആ ബാഡ്ജ് ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഇത്തവണ നഗരോത്സവത്തിൽ സംഘടനകൾക്ക് പാസ് കൊടുത്തുകൊണ്ട്, സന്നദ്ധ സംഘടനകൾക്ക് പാസ് കൊടുത്തുകൊണ്ട്, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പാസ് കൊടുത്തുകൊണ്ട്, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പാസ് കൊടുത്തുകൊണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരും നഗരസഭയിലെ കൗൺസിലർമാരും മാത്രമേ 55 ബാഡ്ജ് മാത്രം അടിച്ച്. ആ ബാഡ്ജിന്റെ പേരിൽ പോലും നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പിണങ്ങിയ ഞങ്ങളുടെ കക്ഷികൾപ്പെട്ട ആളുകൾ പോലുമുണ്ട്. അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കാരണം അങ്ങനെ ബാഡ്ജ് കൊടുത്ത്
ആളുകളെ അമിതമായി പ്രോത്സാഹിപ്പിച്ചാൽ ഇത് പണം കൊടുത്തും പണം മേടിച്ച് നടത്തുന്ന പരിപാടിയാണ്. അമിതമായി ആളുകളെ അകത്തോട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി, എന്നാൽ പോലും ഒരു ദിവസം 600-750 പേര് പാസ് വഴി കയറുന്നുണ്ട്. ഒരു 100 കുട്ടികൾ ആ 4 വശത്തുമുള്ള ഭാഗത്തു നിന്നും വേലിയാട് കടന്നു വരുന്നുണ്ട്. ചില ആളുകൾ ഇതൊന്നും ആലോചിക്കാതെ നല്ല വെള്ളഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നേരെ കടന്നു വരും. ഈരാറ്റുപേട്ട നടന്ന 3 നഗരോത്സവത്തിലും പാസ് എടുത്ത് കയറിയത് ഈരാറ്റുപേട്ട സാധാരണക്കാരും പാവപ്പെട്ടവരും. അവർ ബാക്കിലാണ് നിൽക്കുന്നത്. ആ മിടുക്കന്മാരെ ആളുകൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. വേദന കൊണ്ട് പറയുന്നതാ. പാവപ്പെട്ട ജനങ്ങൾ പൈസ കൊടുത്ത് പാസ് എടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർ മറ്റു ഇതര ആളുകൾ ബലമായി സെക്യൂരിറ്റിക്കാരെ അവഗണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന ഒത്തിരി ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു. ഇത് തുറന്നു പറയുന്നതിന് കാരണം ഇനിയും നഗരോത്സവം ഈരാറ്റുപേട്ട നടക്കേണ്ടതാണ്. ഇതുപോലെ ആക്രമണം നേരിട്ട ഒരു നഗരോത്സവം ഈരാറ്റുപേട്ട ഉണ്ടായിട്ടില്ല. ഒരു തെറ്റും ഞങ്ങളുടെ ഭാഗത്ത് നടന്നിട്ടില്ല. എല്ലാം കൃത്യമായി കൊട്ടേഷൻ വിളിച്ച് കൃത്യമായിട്ടാണ് നഗരോത്സവം നടത്തിയിരിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട്, പിന്നെ നമ്മുടെ RSM ഉൾപ്പെടെ നമ്മുടെ അൽമീൻ ഗ്രൂപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ 3 പ്രാവശ്യം ഗേറ്റും ഫ്ലോറും ചെയ്ത ഷറഫിയ ഉൾപ്പെടെ ഏതാണ്ട് 90% ആളുകളും കഴിഞ്ഞ പ്രാവശ്യത്തെ ആളുകൾ തന്നെയാണ് ഈ നഗരോത്സവം നടത്തിയത്. അപ്പം ഇപ്പോൾ പറയുന്നത് പോലെ STP പറയുന്ന പോലെ CPM പറയുന്ന പോലെ ഈ നഗരോത്സവത്തിന് വേറിട്ട ഒരു നിലപാടോ വേറിട്ട ഒരു സംവിധാനമോ ഒരു പ്രത്യേകതയോ ഇല്ല എന്നൊരിക്കലും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നഗരോത്സവത്തിന് പണം മുടക്കിയവർ കഴിഞ്ഞ 2 നഗരോത്സവത്തിന് പണം മുടക്കിയവരാണ്. കഴിഞ്ഞ 2 നഗരോത്സവത്തിലും വ്യാപാരികളിൽ നിന്ന്, വ്യവസായികളിൽ നിന്ന്, സ്പോൺസർമാരിൽ നിന്ന്, പാസ് വഴി സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ചിട്ട് തന്നെയാണ് ഈ നഗരോത്സവം അങ്ങനെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. രണ്ടാമതായി ഇതേ ചെലവാണ് വന്നിരിക്കുന്നത്. ഒരു പൈസ പോലും കൊണ്ടുവന്നിട്ടില്ല. CPM പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. നമുക്ക് ചിരി വരും. നിങ്ങളൊക്കെ ഈരാറ്റുപേട്ട പത്രപ്രവർത്തനം പൊതുപ്രവർത്തകരുക. ഈരാറ്റുപേട്ട നഗരത്തിൽ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്ന് പണം പിരിച്ചാൽ എത്ര രൂപ വരെ പിരിക്കാമെന്ന് ഞങ്ങൾക്ക് CPM ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. CPM നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്ത് പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് വലിയ ആഘോഷങ്ങളോട് കൂടിയ വലിയ പ്രചാരണം കൂടെ നടത്തി. അത് ഈരാറ്റുപേട്ടയിൽ CPMന് പരമാവധി പിരിച്ചെടുക്കാൻ കഴിഞ്ഞത് 12,75,000 രൂപ. കളക്ടറുടെ, പോലീസിന്റെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ എന്ന് വേണ്ട ഭരണകക്ഷിയുടെ മുഴുവൻ സംവിധാനം കൊണ്ട് ഉപയോഗിച്ച് ഈരാറ്റുപേട്ടയിൽ പിരിച്ചിട്ടും CPMന് 12,75,000 രൂപയെ ലഭിച്ചുള്ളൂ എങ്കിൽ 15 ദിവസം മാത്രം നഗരോത്സവം നടത്തിയ ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹാക്കളെ കോടിക്കണക്കിന് കോടിക്കണക്കിന് മിനിമം 2 കോടിയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പം ഈ 2 കോടി രൂപ എങ്ങനെയാണ് ഈ പാവപ്പെട്ട ഞങ്ങളുടെ 4-5 പ്രധാനപ്പെട്ട ആളും നഗരസഭയിലെ ബാക്കി 24 കൗൺസിലർമാരും കൂടി കളക്ട് ചെയ്ത് സംഭരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരിക്കൽ കൂട്ടുകാരും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടിൽ ഏത് സംവിധാനം വന്നാലും അതിനെ തകർക്കുവാൻ വളരെ ചുരുങ്ങിയ ന്യൂനപക്ഷം എപ്പോഴും തയ്യാറായി വരുന്നുണ്ട്. നമ്മുടെ ഈരാറ്റുപേട്ട ഒരു ആശുപത്രി കടന്നു വരികയാണ്. ഏതാണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി ഒരു 3-4 ആശുപത്രികളിലും കേരളത്തിൽ 8 ഉള്ള ആശുപത്രിയിലുള്ള സൺറൈസ് ഗ്രൂപ്പ് ഈരാറ്റുപേട്ട കഴിഞ്ഞ 6-7 വർഷക്കാലമായി റിംസ് ആശുപത്രി കൂട്ടിക്കിടക്കുകയാണ്. അതിന് സാമ്പത്തിക ഇടപാട് നമുക്കറിയത്തില്ല, നഗരസഭയ്ക്ക് അതിന്റെ താളുകളുമല്ല. ഒരു സൺറൈസ് ഗ്രൂപ്പ് കാക്കനാടാണ് അവരുടെ പ്രധാനപ്പെട്ട അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി. നഗരോത്സവം ഞങ്ങളെ സമീപിച്ചു. അവർ ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. 3,40,000 രൂപ. അവര് കോർപ്പറേറ്റ് കമ്പനിയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് 1000 രൂപ ചെലവ് ചെയ്യണമെങ്കിൽ കൃത്യമായും അക്കൗണ്ടിങ്ങിലൂടെ പറയാൻ കഴിയും. ചാർട്ടേഡ് അക്കൗണ്ടന്മാർ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് തന്ന കണക്ക്, സുനിലിന്റെ കണക്ക് പറയും, 3,50,000 തികച്ചു വന്നില്ല. അതിന്റെ ചില നികുതികളെല്ലാം കഴിഞ്ഞിട്ട് 3,40,000 രൂപ അങ്ങോട്ട് ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് സ്പോൺസറിങ് വന്നു. ബാക്കി എല്ലാ സ്പോൺസർമാർക്കും ബില്ല് ഹാജരാക്കി കണക്ക് കൊടുത്ത് അവർ ഫോട്ടോ എടുത്ത് കൊടുത്ത് അവരുടെ അപ്രൂവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും കഴിയും. അതാണ് സ്പോൺസർമാരുടെ സ്ഥിതി. ഈരാറ്റുപേട്ട നഗരോത്സവത്തിൽ സ്പോൺസറിങ് ഇത്ര ലഭിച്ചു എന്ന് പോലും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 5-5 ലക്ഷം രൂപയുടെ രസീതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഇത് എത്ര പണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ കണക്ക് അവതരിപ്പിക്കണം എന്ന് STPO CPM വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പരിപാടി പൂർത്തീകരിക്കാതെ ഒരു പെരുന്നാളും ഒരു ഘോഷയാത്രയും ഒരു ഉത്സവവും ആരും ഇന്നുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. കൃത്യമായ 2 പ്രാവശ്യവും നഗരോത്സവത്തിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കണക്ക് അവതരിപ്പിച്ചത് നമ്മുടെ നാസർ അക്കൗണ്ടിന്റെ കെട്ടിടത്തിലും, രണ്ടാമത്തെ കണക്ക് അവതരിപ്പിച്ചത് നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലറിലുമാണ്. ഈ 2 മീറ്റിങ്ങുകളിലും
അതുമായി ബന്ധപ്പെട്ട 14 അംഗ കമ്മിറ്റി പങ്കെടുത്തിരുന്നു. ശ്രീ എ ഖാദറും ശ്രീ വി എം സിറാജും ഒന്നാമത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കമ്മിറ്റി വി എം സിറാജ്, പക്ഷേ എ ഖാദർ അടക്കം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ കണക്ക് അവതരിപ്പിച്ചില്ല എന്ന വ്യാജമായ വാർത്ത നിഷേധിക്കുന്നത് മാത്രമല്ല, ഇവരെല്ലാം ഒപ്പിട്ട മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. കൃത്യമായ കണക്ക് ഇതിന്റെ കണക്കാകുന്നേ ഉള്ളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും നഗരോത്സവത്തിന്റെ കണക്ക് ഞങ്ങളുണ്ട്. ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. ആ കണക്ക് 2 നഗരോത്സവത്തിന്റെ കണക്ക് കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ഒന്നാമത്തെ നഗരോത്സവം ലാഭകരമായിരുന്നു. 90,000 രൂപ ബി എൻ സിറാജ് നേതൃത്വത്തിലുള്ള സംഘടനയ്ക്ക് ലഭിച്ചു. രണ്ടാമത്തെ നഗരോത്സവം എല്ലാവർക്കും നഷ്ടമായിരുന്നു. ആ നഷ്ടത്തിന്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾക്ക് നഷ്ടം വരാൻ കാരണം 3-4 സ്പോൺസർമാർ, ഒരു പേരൊന്നും ഇനി പറയത്തില്ല, ഇട്ടാൻ ആഗ്രഹിക്കുന്ന കൗൺസിൽ ഞങ്ങൾ കണക്ക് അവതരിപ്പിച്ചത് പോലും തുക പറഞ്ഞല്ലാണ്ട് അവർ പേര് പോലും പറഞ്ഞില്ല. കാരണം അത് പല കാരണങ്ങൾ കാണാം. അങ്ങനെയാണ് രണ്ടാമത്തെ നഗരോത്സവം നഷ്ടം വന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ നിഗമനം അനുസരിച്ച് ഈ നഗരോത്സവം ലാഭകരമായിരിക്കും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നഗരോത്സവവുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ ഏതാണ്ട് 36 വ്യാപാരികൾ, 30 പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഒരു ദിവസം രാവിലെ ഒരു 11 മണിയോടുകൂടി ഞാൻ താമസിക്കുന്ന പത്താരപ്പടിയിലുള്ള ഒന്നാമത്തെ സ്ഥാപനമായ നമ്മുടെ ഷിഹാബിന്റെ ടൈൽസ് പാർക്കിൽ നിന്നും ആരംഭിച്ച് ചേനാട് കവലകഞ്ഞുള്ള തമാമിലെത്തിയപ്പോൾ 1:30 മണിയോടുകൂടി ഇരാറ്റുപേട്ടിലെ 31 വ്യാപാരികൾ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള മിക്സി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ഓരോ ദിവസം നടക്കുന്നതിനായി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അത് വലിയ സഹകരണമാണ് നഗരോത്സവവുമായി ബന്ധപ്പെട്ട വ്യാപാരികളിൽ നിന്നുണ്ടായത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം തീർച്ചയായും പറയുന്നു, ഇരാറ്റുപേട്ടിലെ വ്യാപാരികൾ നഗരസഭയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവർ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് വന്ന നഷ്ടങ്ങളും സമയക്കുറവും കൊണ്ടാണ് അവർ നഗരസഭയെ സഹായിക്കാത്തത്. ഒരു കാര്യം കൂടി പറയാം, വ്യാപാരോത്സവം നഗരോത്സവം ഒന്നിച്ചാണ് നടത്തുന്നെങ്കിൽ പോലും വ്യാപാരോത്സവവുമായി ബന്ധപ്പെട്ട് അവർ ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമാണ് നടത്തുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വ്യാപാരികൾ സഹകരിക്കാതെ വന്നപ്പോൾ നഗരോത്സവം പൊളിഞ്ഞു പോകുമെന്നും നഗരോത്സവത്തിന്റെ 50% വ്യാപാരികൾ അവകാശപ്പെടില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് വ്യാപാരികൾ പിൻവാങ്ങിയോട് നഗരോത്സവം പരാജയപ്പെട്ടു പോകുന്നതാണ്. ബാക്കി 9 ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ നടത്തുന്നത് നഗരസഭയാണ്. മുഴുവൻ ഏതാണ്ട് 30-40 ലക്ഷം രൂപ ചെലവിടുന്നത് നഗരോത്സവവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയാണ്. ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമാണ് വ്യാപാരി വ്യവസായി ഏകമനസ്സിൽ ഏറ്റെടുക്കുന്നത്. 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുന്ന മുടക്കൊഴിച്ച് ബാക്കി ആദ്യത്തെ 19 ലക്ഷം, രണ്ടാമത്തെ 40 ലക്ഷം, മൂന്നാമത്തെ 30 ലക്ഷം ആവറേജ് കണക്കാണ്. ഈ കണക്കിലെല്ലാം മൂന്നാമത് വ്യാപാരി സഹകരിച്ചില്ല. അവരുടെ കാരണങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചു. മൂന്നാമത്തെ നഗരോത്സവത്തിൽ പങ്കെടുത്ത കണക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, ഇരാറ്റുപേട്ട നഗരസഭയ്ക്കെതിരായി STP തുടങ്ങി വെച്ച CPM ഏറ്റെടുത്ത ഞങ്ങളെ ഘടകകക്ഷിയായ വെൽഫെയർ പാർട്ടി തെറ്റിപ്പിരിക്ക് വേണ്ടി ഏറ്റെടുത്ത ഈ മാധ്യമ വാർത്തകൾ നമ്മുടെ നാടിന് അപമാനമാണ്. കാരണം ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ ഹജ്ജ് കമ്മിറ്റി സക്കീർ ഒരു കാര്യം സൂചിപ്പിച്ചു, മുഹമ്മദ് സക്കീർ ഒരു കാര്യം സൂചിപ്പിച്ചു. നമുക്കെല്ലാം വളരെ പ്രചോദനമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഒന്നിച്ച് സഭയിരിക്കുമ്പോൾ ചെയർപേഴ്സൺ പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങൾ സഭയിലിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാര്യം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇലിയാസ് സാർ ഒരു കാരണവശാലും പുറകോട്ട് പോകുന്നു. ഈരാറ്റുപേട്ടയിൽ പോസിറ്റീവായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ആളുകൾ പോസിറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് മാത്രമല്ല, ഞാനൊരു ആശുപത്രിയുടെ ട്രസ്റ്റ് ചെയർമാനാണ്. ആ ആശുപത്രിക്കെതിരായിട്ട് ഓരോ ദിവസവും ജനങ്ങളിൽ ചില ആളുകളും ചില സോഷ്യൽ മീഡിയകളും പടുന്ന ആരോപണങ്ങൾ എനിക്കിത് ബോധ്യം വന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ പറയുന്ന CPM പേരൊന്നും പറഞ്ഞില്ല, ആളുകൾ പറയുന്ന അഴിമതി ഏറ്റെടുത്തുകൊണ്ട് ആരോപണം നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോയത്. ഈ നഗരോത്സവം പുള്ളി പ്രഖ്യാപിച്ചു. പൂഞ്ഞാറിലെ, തീക്കോയിലെ, തലനാട്ട്, തലപ്പലത്തെ ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം സഹോദരന്മാരുടെ ഏകോപനം. നമുക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം, ഒരു 10-25 പെൺകുട്ടികളും ആൺകുട്ടികളും ആ സ്റ്റേജിൽ നൃത്തമാടുമ്പോൾ ഇരാറ്റുപേട്ട നഗരസഭ നടത്തിയ നഗരോത്സവത്തിൽ പ്രസീത ചാലക്കുടിയുടെ മുടിയാട്ടം ഉൾപ്പെടെ ഹൈന്ദവ കലകൾ ഇരാറ്റുപേട്ട നഗരസഭ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ഈ നാടിന്റെ പേരും പ്രശസ്തിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെലവഴിക്കാൻ വേണ്ടിയാണ് നഗരോത്സവം ഏറ്റെടുത്തത്. ഈ നഗരോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കല, സാംസ്കാരിക പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങൾക്കിടയിലുള്ള സഹകരണവും സാമൂഹിക വളർത്തുക. അതോടൊപ്പം തന്നെ നഗരസഭയുടെ കഴിഞ്ഞ 2-3 വർഷത്തെ ഞങ്ങളുടെ സപ്ലിമെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 34 ലക്ഷം രൂപയുടെ വികസന പരിപാടികൾ MP-യുടെയും MLA സഹായത്തോടെ നടത്തിയിട്ടുണ്ട്. കൃത്യമായി 34 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ സുഡാപ്പിക്കാർക്കോ
CPM-കാർക്കും ആർക്കും സംശയമുള്ളവർക്കെല്ലാം ഇരാറ്റുപേട്ട നഗരസഭയിൽ ഒരു 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ള പേപ്പറിൽ വിവരാവകാശം 6-ാം വകുപ്പ് പ്രകാരം സമർപ്പിക്കുക അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ റോഡ്, വെള്ളം, വെളിച്ചം, ആരോഗ്യം, വിദ്യാഭ്യാസം മേഖലയിൽ നിങ്ങൾ ചെലവഴിച്ച പണം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ കണക്ക് ലഭിക്കുന്ന കണക്കാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. 36 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. ഇരാറ്റുപേട്ടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അത് പൊളിക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊളിക്കാനുള്ള കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. 16-ാം തീയതി നമ്മുടെ അഗ്രികൾച്ചർ സ്പൈസ് മാർക്കറ്റിന്റെ ശിലാസ്ഥാപനം ടെൻഡേറ്റീവ് ഡേറ്റ് ആണ്, കൃത്യമായ ഡേറ്റ് ഇല്ല. നമ്മുടെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും 3 എംപിമാരും പങ്കെടുക്കുന്ന പരിപാടി വരികയാണ്. അതുപോലെ തന്നെ ഒട്ടേറെ വികസന പരിപാടികൾ, പൊതുപരിപാടികൾ തുടക്കം വെക്കാനെങ്കിലും ഈ നഗരസഭയ്ക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കൗൺസിലർമാർ പാർട്ടികൾ എന്നും പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളുടെ കൗൺസിലർമാർ 28 പേർക്കും ഞങ്ങള് ഭരണസമിതി കൃത്യമായിട്ട് അറിയാം. അവർ അതുകൊണ്ട് ഒരു കാരണവശാലും CPM-ഓ SDPO ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി ഉന്നയിക്കില്ല. നമ്മുടെ SK നൗഫലിന്റെ ഒരു കാര്യം അവസാനിക്കുകയാണ്. മിനിങ്ങാൻ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ സുനിൽകുമാറിനോട് SK സംസാരിച്ചു. പറഞ്ഞ കാര്യം സുനിൽ പറയും. കാരണം SK ഈരാറ്റൂർ ഏറ്റവും മാന്യനായ, ഏറ്റവും സേവനസ്ഥനായ പൊതുപ്രവർത്തകനാണ്. ഈരാറ്റുപേട്ട നഗരസഭ SK നൗഫൽ ഏത് കാര്യമെന്ന് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച ഒരു വാർഡ് കൂടിയാണ് SK 6-ാം വാർഡ്. അദ്ദേഹം വളരെ വേദനയോട് കുറിച്ച കാര്യങ്ങൾ നൗഫൽ ഇതുമായി വെൽഫെയർ പാർട്ടി നടത്തിയ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് സുനിലിനോടാണ് പറഞ്ഞത്. ഞാൻ സാക്ഷ്യം കേട്ടതേ ഉള്ളൂ. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയോട് ഞങ്ങൾക്കൊരു പിണക്കവുമില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി നേതാക്കന്മാർ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ആത്മാർത്ഥമായി പറയാനുള്ളത്, ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ SDPയുടെയും CPM-ന്റെ വെട്ടിൽ വീണ് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന ചിന്താഗതി നഗരസഭാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വരരുത്. ശരിയായ ജനാധിപത്യ രീതിയില്ല. SDPക്ക് വെൽഫെയർ പാർട്ടി എന്ത് പരാതി ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കേണ്ട. ഇനി ചെയർപേഴ്സണോട് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ അന്നേരം തന്നെ ഒരു UDF സംവിധാനമുണ്ട്. അവര് വെൽഫെയർ പാർട്ടി കൂടി പങ്കെടുക്കുന്ന ഒരു UDF സംവിധാനമാണുള്ളത്. ആ സംവിധാനത്തിൽ പറഞ്ഞതിന് ശേഷം മാത്രമേ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ പത്രസമ്മേളനം നടത്താവുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ സുനിൽകുമാർ പറയും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഈ നമ്മുടെ 2024-25 അതായത് നഗരോത്സവത്തിന്റെ 3ാമത്തെ എഡിഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള പൊതുജനവും സമീപ പഞ്ചായത്തിലുള്ള ആളുകളെയും എല്ലാവരെയും ഞങ്ങൾ അതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ഈരാറ്റുപേട്ട നഗരോത്സവത്തെ സംബന്ധിച്ച് ഇപ്പം ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിനെ കുറിച്ചുള്ള മറുപടി പറയാനാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. ഡിസ്റ്റർബ് ആകുന്നുണ്ടോ? അപ്പം അതിൽ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വ്യാപാരോത്സവത്തിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തി, കോടികൾ പണപ്പിരിവ് നടത്തിയാണ് അഴിമതി നടത്തുന്നതെന്നാണ് ചില ഗ്രൂപ്പുകൾ. അതായത് ഈ നഗരസഭയെയും ഈ നഗരോത്സവ കമ്മിറ്റിയെയും ഒറ്റപ്പെടുത്തി കളയാമെന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ അങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രചാരണം സോഷ്യൽ മീഡിയ വഴി ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം. കാരണം അവർ വ്യാപകമായിട്ട് ഉന്നയിക്കുന്ന ഒന്നാമത്തെ ആരോപണം ഈരാറ്റുപേട്ടയിൽ പുതിയതായിട്ട് വരുന്ന സൺറൈസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സൺറൈസ് അകാരാണ് ഞാൻ ഈരാറ്റുപേട്ട നഗരോത്സവത്തിൻ്റെ ഇപ്രാവശ്യത്തെ മെയിൻ സ്പോൺസറായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പം അവര് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സൺറൈസ് നഗരോത്സവം എന്ന ലേബലിലാണ് നമ്മൾ ഇപ്രാവശ്യം നഗരോത്സവം നടത്തിയത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ട് സൺറൈസ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും 20 ലക്ഷം രൂപ നഗരസഭ കൈപ്പറ്റിയെന്നും ആ 20 ലക്ഷം രൂപ തന്നതിന് ശേഷം ഈ നഗരോത്സവത്തിന് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടായാൽ വീണ്ടും 5 ലക്ഷം രൂപ സൺറൈസ് തരും എന്നുള്ളൊരു ആരോപണം. പിന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മറ്റൊരു ആരോപണം വന്നിരിക്കുന്നത് 10 ലക്ഷം രൂപ സൺറൈസ് ഹോസ്പിറ്റലുകാർ നഗരോത്സവത്തിന് തന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ട നഗരോത്സവത്തിന് വേണ്ടി സൺറൈസ് ഗ്രൂപ്പ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ അവരുടെ 5 ലക്ഷം രൂപയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർ ഞങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്ത് ഞങ്ങൾക്ക് സമ്മതിച്ചിരിക്കുന്നത് 3,50,000 രൂപയാണ്. അത് കൃത്യമായിട്ടും അവർ 3,50,000 രൂപ അവർ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് 3,46,500 രൂപയാണ്. ഈരാറ്റുപേട്ട നഗരസഭ സൺറൈസ് നഗരോത്സവത്തിന് വേണ്ടി സൺറൈസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ 3,500 രൂപയുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ട്രാൻസാക്ഷൻ ഫീസ് ബാങ്ക് ഈടാക്കുന്ന പൈസയാണ്. പോയിട്ട് 3,46,500 രൂപയാണ് ഈ നമ്മുടെ മെയിൻ സ്പോൺസറായ സൺറൈസ് ഗ്രൂപ്പ് ഇതിൽ നമ്മുടെ നഗരോത്സവത്തിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വ്യാജമായ പ്രചരണങ്ങൾ നടത്തി, സമൂഹത്തിൽ വ്യാപകമായ പ്രചരണം നടത്തി, ഇങ്ങനെ ഒരു നാടിന് യശസ് ഉയർത്തുകയോ അല്ലെങ്കിൽ നാട്ടില് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ആഹ്ലാദിക്കാൻ വേണ്ടി ഒരു കാർണിവല് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നത്. ഇപ്പം ഞങ്ങളല്ല, ഇനിയിപ്പം അടുത്ത് വരുന്ന പുതിയ ഭരണസമിതിയോ അല്ലെങ്കിൽ പുതിയ സംഘടനകളോ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് വിമുഖത കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള വ്യാപകമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇതുപോലെ വ്യാപകമായിട്ട് മറ്റു വെള്ളത്തിൽ രസീതില്ലാതെ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള വ്യാപകമായ പ്രചാരണം, അങ്ങനെ കൃത്യമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക്, ഇപ്പൊ ഞാൻ ഇവിടെ കണക്ക് ബോധിപ്പിക്കാത്ത ഈരാറ്റുപേട്ട നഗരസഭയിലെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലിൽ 28 കൗൺസിലർമാർക്കുമാണ്. അപ്പം ആ കൗൺസിലിൽ ഇതിന്റെ കൃത്യമായ കണക്ക് അവതരിപ്പിച്ച ശേഷം ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ കണക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഒരാളുടെ കയ്യിൽ എത്ര രൂപ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതും അവരുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ വെച്ചിട്ട് ഈരാറ്റുപേട്ട നഗരസഭ നഗരോത്സവത്തിന്റെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഞാനത് ഈ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് തരും, നിങ്ങൾക്ക് അതിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ വെച്ച് തരും, നിങ്ങൾക്ക് വിളിക്കാം. അതിലുപരി ഈ തന്നിരിക്കുന്ന, ഞങ്ങൾ നഗരസഭ തന്നിരിക്കുന്നതിലുപരി ഒരാള് 100 രൂപ ഈരാറ്റുപേട്ട നഗരോത്സവത്തിന് വേണ്ടി അല്ലാതെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാനായിട്ട് തയ്യാറാണെന്ന് കൂടി അറിയിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട ഈ നഗരോത്സവം നടത്തിയതിൽ ഈ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിയതിന്റെ പ്രധാന ലക്ഷ്യം, നമ്മൾ കഴിഞ്ഞ തവണകൾ നടത്തിക്കൊണ്ടിരുന്ന, നമുക്ക് സാധാരണ ജനങ്ങളിൽ നിന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നത്, ഞങ്ങൾ 40 രൂപ വെച്ച് മേടിച്ച് അകത്ത് കയറുന്നു, കുറെ പേര് ബാഡ്ജും തൂക്കിയിട്ടിട്ട് അകത്തോട്ട് കയറുന്നു, പുറത്തോട്ട് പോകുന്നു, പുറത്തുനിന്നുള്ള ഈ ബാഡ്ജ് കൊടുത്തിട്ട് അകത്തോട്ട് ആളുകളെ കയറ്റുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി. നിങ്ങൾ കുറച്ച് നേതാക്കന്മാർ കൂടി ഈ തിന്നാൻ വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം നാട്ടുകാരുടെ നിന്ന് പണപ്പിരിവ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളൊരു ആക്ഷേപം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തവണ അനാവശ്യമായിട്ടുള്ള പാസുകൾ മാധ്യമപ്രവർത്തകർക്ക് പാസുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റാളുകൾ ഉള്ളവർക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അതിനകത്ത് സൗണ്ട് ചെയ്യുന്നവർക്ക് പാസ് മീൻസ് അവർക്കുള്ള ബാഡ്ജ്, അതല്ലാതെ മറ്റാർക്കും നഗരസഭാ ജീവനക്കാർക്ക് പോലും ബാഡ്ജ് അനുവദിച്ചിട്ടില്ല. ടെമ്പററി ജീവനക്കാർ, അതായത് നമ്മുടെ അവിടെ നഗരോത്സവത്തിന് വേണ്ടി സഹകരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ടെമ്പററി ജീവനക്കാർക്ക് മാത്രവും കൗൺസിലർമാർക്ക് മാത്രമാണ് ഇപ്രാവശ്യം ബാഡ്ജ് അനുവദിച്ചത്. അതുകൊണ്ട് മറ്റുള്ള ആർക്കും ബാഡ്ജ് അനുവദിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പാസുകൾ എല്ലാവർക്കും, സംഘടനകൾക്കും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ എണ്ണവും നിജപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ നഗരോത്സവം നടത്തി എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, കഴിഞ്ഞ പല വർഷങ്ങളിൽ നഗരോത്സവം നടത്തുമ്പോഴത്തേക്ക് വ്യാപകമായിട്ട് ഒരുപാട് പേര് നമ്മൾ ബാഡ്ജ് ധരിച്ച് നിയന്ത്രിക്കാനായിട്ട് ആളുണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ അധികം ആളുകൾ, നമ്മുടെ കാണികൾ, നമ്മുടെ ഈരാറ്റുപേട്ടക്കാരെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ വളരെ സുഗമമായും വളരെ സൗഹാർദ്ദപരമായും നമുക്ക് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് ഈ നാട്ടിലുള്ള ഓരോരുത്തരോടും, ഞങ്ങളുടെ ഈരാറ്റുപേട്ട നഗരസഭയുടെയും ഞങ്ങളുടെ ഈ നഗരോത്സവ കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനകൾ, വിവിധ സംഘടനകളുണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയകളിൽ വിമർശനം ഉന്നയിച്ചെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള അവരുടെ പ്രാതിനിധ്യം നമ്മുടെ ഈ നഗരോത്സവത്തിന് അവരുടെ എല്ലാം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ വിശദമായ കണക്കുകളും മറ്റ് ഡീറ്റെയിൽസും ഒരു 10 ദിവസത്തിനുള്ളിൽ കൗൺസിലുകളിൽ വെച്ച് കൗൺസിലിൽ അംഗീകരിച്ച് മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഞങ്ങളത് സമർപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജപ്രചരണം അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷയാണ്. കാരണം കുറേ നാൾ ഞാനും ഒരു മാധ്യമപ്രവർത്തകനായിട്ട് ഇരുന്നയാളായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യുമ്പോഴത്തേക്ക്, ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 ഭാഗവും കേട്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഭാഗം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ന്യൂസാക്കി ഇടുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ചാനലിൻ്റെ റീച്ച് കിട്ടാനായിരിക്കും. പക്ഷേ എന്നാലും അതൊരു
എന്താ പറയുക, ഒരു ഞങ്ങളുടെ ഒരു എതിർഭാഗത്തിരിക്കുന്നവരുടെ ഒരു അവകാശ ലംഘനം ആണ് എന്നുള്ളതൊന്ന് ബോധ്യപ്പെട്ട് ഞങ്ങളെയും, അല്ലെങ്കിൽ ഞങ്ങളെ എന്നല്ല, ആരിപ്പം ഞങ്ങൾ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാലും അത് മറുപക്ഷത്തിരിക്കുന്നവരുടെ അവരുടെ വാക്കുകൾ കൂടി കേട്ട് നിങ്ങളുടേതായിട്ടുള്ള വിലയിരുത്തലും നടത്തി രണ്ട് ഭാഗത്തെയും ഒന്ന് വിശദീകരിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നൊരു അഭ്യർത്ഥനയാണ്. ആ ഒരു അഭ്യർത്ഥന കൂടി ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരോത്സവം വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരെ, നമുക്കറിയാം ഇവിടെ നേതാക്കന്മാരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നഗരോത്സവം ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി നൽകി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരാരോപണം ഇവിടെ പ്രതിപാദിക്കാതെ പോയത്, ഇവിടെ പ്രോഗ്രാം നടത്തിയ 10 ടീമുകൾ, അതായത് 10 ഉത്സവ രാവുകൾ സമ്മാനിച്ച 10 ടീമുകൾ, അവരെ ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഇവിടെ വന്നു. അതിനകത്ത് പ്രസീത ചാലക്കുടി അല്ലെങ്കിൽ ഏഞ്ചൽ വോയിസ്, കൊച്ചിൻ കലാഭവൻ പോലുള്ള മറ്റ് 7 പേര് ഇവിടെ ബുക്ക് ചെയ്ത തുകയിൽ കൂടുതൽ ഇവിടെ കണക്കെഴുതിയിട്ടുണ്ട്. അവർക്ക് തുച്ഛമായ വേതന അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ളൂ എന്നാണ് ആരോപണം. കൃത്യമായി ഇവിടെ കണക്ക് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്, എവിടെ നിന്നാണ് ഈ വ്യാജ ആരോപണം വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഏതൊരു പ്രോഗ്രാം സംഘടിക്കുമ്പോഴും അതിൻ്റെ പര്യവസാനം ശേഷമാണ് കണക്ക് അവതരിപ്പിക്കുക. അല്ലാതെ അഡ്വാൻസ് ആയിട്ട് ഇന്ന് എത്ര പേര് ഇവിടെ വരും, എത്ര കളക്ഷൻ കിട്ടുമെന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പം കൃത്യമായി 10 ദിവസത്തെ കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്ക് പ്രധാനമായി മറ്റൊന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഇവിടെ പിന്നെ നമ്മൾ ഇതുമായി സഹകരിച്ച മുഴുവൻ പത്രക്കാരെയും അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ലൈവായിട്ട് ചെയ്ത പുഞ്ഞാർ ന്യൂസ്, ഡാനിഷ്, നമ്മുടെ ഈനാറ്റൽ ന്യൂസിൻ്റെ സാജിദ്, ഈ ന്യൂസിൻ്റെ പ്രവർത്തകർ, പ്രസല്. അപ്പോൾ അതിനകത്ത് 1-2 മീഡിയകളിൽ വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ കാണുവാൻ സാധിച്ചു. കാരണം ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്, പാർലമെന്റ് പാർട്ടി ലീഡറാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇതുമായി യാതൊരു ബന്ധവുമില്ല, പാർട്ടി ഇതിന് മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അവർ 1-2 ഇത് കണ്ടായിരുന്നു. ഇവർ ഈ പത്രക്കാരൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റിനെ സമീപിച്ചിട്ടില്ല, അവരെ നിലപാടുകൾ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു വേണ്ടിയാണ് കെട്ടിച്ചമയ്ക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളൊക്കെ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണ്. അപ്പം ഞങ്ങളെയൊക്കെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായി അത് എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി കൂടെ മനസ്സിലാക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് തുടക്കം കുറിച്ച അന്ന് മുതൽ രാഷ്ട്രീയം മറന്ന്, അല്ലെങ്കിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും ചില ആൾക്കാർ, മുഴുവൻ ആൾക്കാരല്ല, ഇതിനെതിരെ ഇത് തകർക്കുവാൻ വേണ്ടി അതിന് വ്യാപാരി വ്യവസായം കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ മറ്റേത് ആൾക്കാരെയും കൂട്ടുപിടിച്ച് ഇതിനെതിരെ പ്രചരണമായിട്ട് നടക്കുകയാണ്. ഇതിനായിട്ടുള്ള വ്യാപാരി സമൂഹം കൃത്യമായി പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ നഗരോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ ഇതുമായി സഹകരിക്കാനെന്ന് 10 മാസം അല്ലെങ്കിൽ 11 മാസങ്ങൾക്ക് മുമ്പ് വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഇത് കള്ളക്കണക്കാണ്, ഇവിടെ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായി സഹകരിക്കാത്തതെന്ന് പ്രചരണം നടത്തിക്കൊണ്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ 1-2 കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം ഇത് പിന്നെ അഴിമതിയുടെ കൂത്തരങ്ങാണ് അല്ലെങ്കിൽ അഴിമതിയുടെ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് അവർ ഇതിൽ നിന്ന് പിന്മാറുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. യാതൊരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്, 1 രൂപയുടെ അഴിമതി ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ പൊതുജനത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഈ പരിപാടി ഇവിടെ സുനിൽകുമാർ പറഞ്ഞത് ഇതോടെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ്. ഈ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്. അപ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ സത്യസന്ധമായിരിക്കണം. രാഷ്ട്രീയമൊക്കെ നമുക്കുണ്ട്, അതൊക്കെ ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയമുണ്ട്. വികസന കാര്യം ഞങ്ങൾ പറയും, പ്രതിപക്ഷം വികസനകാര്യത്തെ മറച്ചു വെക്കും. ഞങ്ങൾ ഈ രാജ്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നട്ടലോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കുറേ എതിർപ്പുകൾ ഞങ്ങൾക്കുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പൊളിക്കലുമായി ബന്ധപ്പെട്ട്, ബസ് സ്റ്റാൻഡ് ഇവിടെ പൊളിക്കണം, അത് പൊതുജനങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള രീതിയിൽ അതിന് CPM ഉൾപ്പെടെ LDF ഉൾപ്പെടെ സമരം ഞങ്ങൾക്ക് ചെയ്തു. STP അതിനെതിരെ വലിയ വാഗ്വാദങ്ങൾ നടത്തി. ഞങ്ങൾ കൃത്യമായി അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ പോയി അതുമായി ബന്ധപ്പെട്ട് പൊളിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചപ്പോൾ അത് പൊളിക്കാൻ പറ്റുകയില്ല, ഞങ്ങൾ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില രാഷ്ട്രീയ പാർട്ടിയും ചില സംഘടനകളും മുന്നോട്ട് വന്നു. ഇതിൻ്റെയൊക്കെ പൊതുജനങ്ങൾ ഇതൊക്കെ കാണുന്നവരാണ്. നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിൽ സമയബന്ധിതമായി പൊളിച്ചേ മതിയാവും. അപ്പൊ അവിടെ 10, 40, 50 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നവരെ
തിരിച്ചവിടെ തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് വന്ന ശേഷം അവർക്ക് ആ കട റൂമുകൾ മുറികൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അത് പൊളിച്ച് പുതിയ കെട്ടിടം പണിയാനുള്ള സംവിധാനമായി മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി ഇവരെയൊക്കെ ഇറക്കി വിടുവാനും ഇത് പൊളിച്ചാൽ അവിടെ പണിയാലെന്നും ഒക്കെ പറയുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം. ഈരാറ്റുപള്ളി ഈ ഭരണ സംവിധാനം ഒരു വികസന പ്രവർത്തനം നടത്താൻ പാടില്ല. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തപ്പോൾ അത് അടുത്ത ഇലക്ഷനപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഭവിച്ചേക്കുള്ള ആശങ്കയാണ് പല പാർട്ടിക്കാർക്കും. അതിൽ അറിഞ്ഞോ അറിയാതെയോ UDF ഘടകകക്ഷി വരെ ചെന്നു പറ്റിയെന്നുള്ള കാര്യം വളരെ ഖേദകരമാണ്. ഇതിൽ മറ്റൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കൃത്യമായ കണക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അത് അടുത്ത കമ്മിറ്റി നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പൊതുജനങ്ങളെ സാധാരണക്കാരെയൊക്കെ ഇത് വിജയിപ്പിക്കാൻ കൂട്ടുന്ന മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.